everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 56th lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about material variances, and in this lecture, we are going to discuss a problem on material variances. നമുക്ക് question നോക്കാം. The standard material required to manufacture 1 unit of product X is 10 kilograms and the standard price per kilogram of material is rupees 25. The cost accounts records, however, reveal that 11,500 kilograms of materials costing rupees 2,76,000 were used for manufacturing 1,000 units of product X. Calculate material variances. പ്രോഡക്റ്റ് എക്സിൻ്റെ ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാംസ് ആണ്. ആൻഡ് മെറ്റീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം ₹25 ആണ്. ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട് റെക്കോർഡ്സ്, പ്രോഡക്റ്റ് എക്സിൻ്റെ 1000 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനായി യൂസ് ചെയ്ത മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 11,500 കിലോഗ്രാംസ് ആണ്. ആൻഡ് ഈ 11,500 കിലോഗ്രാംസ് ഓഫ് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ₹2,76,000 ആണ്. ക്ലിയർ? ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ വേരിയൻസസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മെറ്റീരിയൽ വേരിയൻസസിൻ്റെ കാൽക്കുലേഷൻ ആവശ്യമായിട്ടുള്ള ഓരോ ഐറ്റംസും ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടെത്താം. ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, പ്രോഡക്റ്റ് എക്സിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 കിലോഗ്രാംസ് ആണ് നീഡഡ് ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കിലോഗ്രാം എന്ന് പറയുന്നത് 25 റുപ്പീസ് ആണ്. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് ₹25 ആണ്. ക്ലിയർ? അതിനുശേഷം നോക്കിക്കേ, സ്റ്റാൻഡേർഡ് യൂസേജ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എക്സ്. പ്രോഡക്റ്റ് എക്സിൻ്റെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായുള്ള സ്റ്റാൻഡേർഡ് യൂസേജ് എന്ന് പറയുന്നത് 10 കിലോഗ്രാംസ് ആണ്. ആൻഡ് 1000 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ് ആണ് മാനുഫാക്ചർ ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് കണ്ടെത്താനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ്. ആക്ച്വൽ ഔട്ട്പുട്ട് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിലുണ്ട് 1000 യൂണിറ്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 കിലോഗ്രാംസും. ദെയർഫോർ സ്റ്റാൻഡേർഡ് യൂസേജ് ഫോർ ആൻ ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് 1000 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ് ഇസ് 1000 ഇൻറ്റു 10 കിലോഗ്രാംസ്, ദാറ്റ് ഈസ് 10,000 kilograms. ക്ലിയർ? ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാമും സ്റ്റാൻഡേർഡ് യൂസേജ് ഓഫ് മെറ്റീരിയലുമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയത്. ഇനി നമുക്ക് ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയലും ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാമും കമ്പ്യൂട്ട് ചെയ്യാം. ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 11,500 kilograms ഓഫ് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹2,76,000 ആണ്. ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയലും ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസും ഉണ്ട്. നമുക്ക് ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം ആണ് ഇല്ലാത്തത്. അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം കമ്പ്യൂട്ട് ചെയ്യുന്നതിനായി ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസിനെ ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. സോ ₹2,76,000 ഡിവൈഡഡ് ബൈ 11,500 ആൻഡ് ദ എമൗണ്ട് ഓഫ് ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം കംസ് ടു ₹24. ക്ലിയർ? ഇപ്പോൾ നമുക്ക് ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയലും ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാമും കിട്ടി. ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽ വേരിയൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്നാണ്. ഇതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി സ്റ്റാൻഡേർഡ് യൂസേജിനെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടുന്നതിനായി ആക്ച്വൽ യൂസേജിനെ ആക്ച്വൽ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ക്ലിയർ? സ്റ്റാൻഡേർഡ് യൂസേജും സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ യൂസേജും ആക്ച്വൽ റേറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാൽക്കുലേഷൻ പ്രകാരം സ്റ്റാൻഡേർഡ് യൂസേജ് 10,000 kilograms ആണ്. ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് 25 rupees ആണ്. ദെൻ ആക്ച്വൽ യൂസേജ് 11,500 kilograms ആണ്. ആൻഡ് ആക്ച്വൽ റേറ്റ് 24 rupees ആണ്. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം.
സ്റ്റാൻഡേർഡ് യൂസേജ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഫോർമുല. സ്റ്റാൻഡേർഡ് യൂസേജ് 10,000 kilograms ആണ് ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് ₹25 ആണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 10,000 kilograms ഇൻറ്റു ₹25 ഇസ് ഈക്വൽ ടു ₹2,50,000. ഓക്കെ, ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്രയാണെന്ന് നോക്കാം. ഫോർമുല ആക്ച്വൽ യൂസേജ് ഇൻറ്റു ആക്ച്വൽ റേറ്റ് ആണ്. ദെൻ ആക്ച്വൽ യൂസേജ് 11,500 kilograms ആണ് ആൻഡ് ആക്ച്വൽ റേറ്റ് ₹24 ആണ്. സോ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 11,500 kilograms ഇൻറ്റു ₹24 ഈസ് ഈക്വൽ ടു ₹2,76,000. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലും കണ്ടെത്തി, ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും കണ്ടെത്തി. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്നാണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2,50,000നെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലായ ₹2,76,000ൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹2,50,000 മൈനസ് ₹2,76,000 ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കംസ് ടു ₹26,000 ആൻഡ് ഇതൊരു മൈനസ് ഫിഗർ ആണ്. ബിക്കോസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെക്കാട്ടിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ₹26,000 അൺഫേവറബിൾ അഥവാ അഡ്വേഴ്സ് ആണ്. ക്ലിയർ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ കാൽക്കുലേഷൻ ക്ലിയർ ആയല്ലോ. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹2,76,000. ഈ എമൗണ്ട് തന്നെയാണ് നമ്മൾ ആക്ച്വൽ യൂസേജിനെ ആക്ച്വൽ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും കണ്ടെത്തുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വേരിയൻസ് ഇസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ ഫോർമുല നമുക്കറിയാം. ആക്ച്വൽ യൂസേജ് ഇൻറ്റു സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് മൈനസ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ്. പ്രോഡക്റ്റ് എക്സിൻ്റെ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആക്ച്വൽ യൂസേജ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 11,500 kilograms ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് പ്രൈസ് അഥവാ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് ₹25 ആണ്. ആൻഡ് ആക്ച്വൽ യൂണിറ്റ് പ്രൈസ് അഥവാ ആക്ച്വൽ പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് ₹24 ആണ്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. എമൗണ്ട്സ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 11,500 kilograms ഇൻറ്റു ₹25 മൈനസ് ₹24 ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കംസ് ടു ₹11,500 ആൻഡ് ഇതൊരു പോസിറ്റീവ് ഫിഗർ ആണ്. സോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ എമൗണ്ട് ₹11,500 ഫേവറബിൾ ആണ്. ക്ലിയർ? ആൻഡ് ദ തേർഡ് വൺ ഇസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ് അഥവാ സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് ₹25 ആണ്. 1000 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായുള്ള സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 10,000 kilograms ആണ്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നു. ആൻഡ് 1000 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായി യൂസ് ചെയ്ത ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 11,500 kilograms ആണ്. സോ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ₹25 ഇൻറ്റു 10,000 kilograms മൈനസ് 11,500 kilograms ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കംസ് ടു ₹37,500 ആൻഡ് ഇതൊരു നെഗറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ₹37,500 അൺഫേവറബിൾ അഥവാ അഡ്വേഴ്സ് ആണ്. ക്ലിയർ? ഇനിയൊരു വേരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത മെറ്റീരിയൽ വേരിയൻസസിൻ്റെ എമൗണ്ട് കറക്റ്റ് ആണോ എന്നറിയാൻ ഈ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഇസ് ഈക്വൽ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇവിടെ നമ്മൾ കണ്ടെത്തിയ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ എമൗണ്ട് ₹26,000 അഡ്വേഴ്സ് ആണ്. ആൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൻ്റെ എമൗണ്ട് ₹11,500 ഫേവറബിൾ ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ എമൗണ്ട് ₹37,500 അഡ്വേഴ്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമുല പ്രകാരം മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും ആഡ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടണം. സോ നമ്മൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആയ ₹11,500 ഫേവറബിളും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആയ ₹37,500 അഡ്വേഴ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ എമൗണ്ട് ആയ ₹26,000 അഡ്വേഴ്സ് ലഭിക്കണം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പോസിറ്റീവ് ഫിഗറും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നെഗറ്റീവ് ഫിഗറുമാണ്. ആൻഡ് ഇത് ആഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് 26,000 അഡ്വേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. വിച്ച് മീൻസ് നമ്മൾ കണ്ടെത്തിയ മെറ്റീരിയൽ വേരിയൻസസ്
കറക്റ്റ് ആണ്. ക്ലിയർ? Hope you all understand this problem. Thank you.